ഹലോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചിക്മംഗ്ലൂരിലാണ്, കർണാടക സ്റ്റേറ്റിലെ ചിക്മംഗ്ലൂരിലാണുള്ളത്. ഇവിടെ വന്നിട്ട് ഇവിടെ ടെൻ്റ് അടിച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് അങ്ങ് ബാക്ക് സൈഡിലായിട്ട് മലനിരകളൊക്കെ കാണാം. വിഷൻ ഗാർഡ് സെക്ഷൻ്റെ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. പച്ചപ്പ് നിറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ ഒരു 3 മാസം മുമ്പ് വരുന്നത് വരെ. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ വേനൽക്കാലമായി തുടങ്ങിയല്ലോ, അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇങ്ങനെ പച്ചപ്പൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ സ്ഥലത്തും തീയൊക്കെ പിടുത്ത്, ഓരോ സ്ഥലത്തും മലകളിൽ തീയൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. നമ്മൾ വന്ന വഴി കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അത്യാവശ്യം സ്കൂട്ടറിൽ ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ വഴിയല്ലായിരുന്നു. ഒരു ചെറിയ തോടൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ കയറി കുറച്ച് അത്യാവശ്യം മടുത്ത്. സംഭവം എന്താ വെച്ചാൽ, ഇപ്പം ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലെ മൂടിಗೆರೆ എന്ന താലൂക്കിലാണ് ഉള്ളത്. പിന്നെ എന്താ പറയുക, ഇപ്പം ഉച്ച സമയമായതുകൊണ്ട് ആ ഒരു മലമുകളിൽ നല്ല കട്ട വെയിലായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ച് ഒന്ന് സാവകാശം കടന്നുറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് എന്താ പറയുക, ഈ ഒരു ചൂടത്തിൽ ഇവിടെ അത്യാവശ്യം ചൂടില്ല, പക്ഷേ ഈ വെയിലിൻ്റെ ഒരു താപമാനത്തിൽ നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ എന്താ പറയുക, മുഖം കഴുകാം, കുളിക്കാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എടാ, നമ്മുടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? ആ മറ്റേ ബാഗിലില്ല, ആ ബാഗിൽ. ടേക്ക് ഇറ്റ്. താങ്ക് യു. ആക്ച്വലി ഈ ഒരു ഡ്രിങ്ക് ഇല്ലേ, പുണാർപ്പുളി എന്ന് പറയും. ഈ കാട്ടിൽ നിന്ന് പറിക്കുന്ന ഒരു പുളിയാണ്. സോ 10 രൂപയേ ഉള്ളൂ. ഇത് നമുക്ക് കടയിലൊക്കെ കിട്ടും. നല്ല അത്യാവശ്യം ഇത് കുടിച്ച ശേഷം നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. എടാ താഴെ അവിടെ സ്ട്രീം ഉണ്ട്, പോയാലോ താഴോട്ട്? അവിടെ താഴെ ഒരു സ്ട്രീം ഉണ്ട്. എന്നാ പോ, ഞാൻ പറയാൻ വേണ്ടി നിൽക്കുമായിരുന്നു. നീ വാ, കുറച്ച് കിടന്നിട്ടൊക്കെ പോകാന്ന് വിചാരിച്ചു. നമുക്ക് വിശക്കുന്നുണ്ടോ? അവിടെ നമ്മൾ കയറി വരുന്ന വഴിക്ക് അവിടെ കുറച്ച് ട്രൈബൽസ് ആണോ എന്താണെന്ന് അറിയത്തില്ല, ഒരു കാണുന്ന നടക്ക് എന്തോ അമ്പലത്തിൽ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ചോറ് കഴിക്കാന്ന് വിചാരിച്ചാണ്. പോകുമ്പോ എന്തായാലും ഞാൻ കഴിയും. ഇത് അടിച്ചിട്ട് പോവാം, ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ എല്ലാം കിങ് കോബ്ര ആയിരിക്കും ടെന്റിന്റെ ഉള്ളില്. സിദ്ധോട്ടാ കാണുന്നില്ലല്ലോ. ആക്ച്വലി ഇതൊരു റോഡാട്ടോ, ഇതൊരു ട്രാക്കാണ്. പിന്നെ ഇങ്ങോട്ട് വണ്ടികളൊന്നും വരാറില്ല, കാരണം അത്രത്തോളം നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തിട്ട് റോഡ് മൊത്തം പോയി കൊടുക്കുക. അത്യാവശ്യം നല്ല ഉരുളൻ കല്ലുകളൊക്കെയാണ്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആക്സിലേഷൻ കൊടുത്തിട്ട് എന്തിക്കൊണ്ടാണ് വന്നത്, കാരണം അടി അമ്മാരി തട്ടും, അതാണ്. അപ്പോൾ നല്ലൊരു സ്ഥലം കേട്ടോ, അത്യാവശ്യം ടെൻ്റൊക്കെ ഇടാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടേക്ക് വേനൽക്കാലത്ത് വരാൻ നേരത്ത് നമ്മൾ വൈകുന്നേരം സമയങ്ങളിൽ വരണം. ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ഒന്നാമത് വരണ്ട് കിടക്കുമല്ലേ, ഇല്ലെങ്കിൽ മഴക്കാലത്ത് യാതൊരു സമയം വരാം, അത്യാവശ്യം പൊളിയായിരിക്കും. വേനൽക്കാലത്ത് ഈവനിങ് സമയം വരുവാണെങ്കിൽ അത്യാവശ്യം വൈബായിരിക്കും. അപ്പോൾ നമ്മൾ ഉച്ചയായില്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് ഉറങ്ങിയിട്ടൊക്കെ കുറച്ച് ഓഫ് റോഡോ ഇല്ലെങ്കിൽ ഈ ഭാഗത്ത് എന്തെങ്കിലും റൈഡ് പോകാൻ പറ്റുമോ നോക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയല്ലേ ഈ വെള്ളത്തിൽ ഇവിടെ വരണം എന്ന് പറഞ്ഞത്, എന്താ ചെയ്യാനുള്ളത്? ഒന്നുമില്ലതെ, ഇതൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്ത് ഇല്ല, അത് കുഴപ്പമില്ല, അത് പാളയല്ലടാ. പക്ഷെ അവിടെയൊക്കെ പ്ലാസ്റ്റിക് കുപ്പികൾ ഇട്ടിട്ടുണ്ട്. പാളയാണെങ്കിലും കാണാൻ കുറച്ച് വൃത്തികേടാണ്. ഇത്രയും നല്ല ഒരു സ്ഥലം അവിടെ കണ്ടില്ല, ആ ഒരു വെള്ളം പച്ചപ്പിൻ്റെ നടുവ് ഇങ്ങനെ സ്ട്രീം പോലെ ഒഴുകുന്നത് നല്ല രസമല്ലേ കാണാൻ. ഇങ്ങോട്ട് വന്ന് ഇവിടെ കുറച്ച് കണ്ടായിരുന്നു. നമുക്ക് ഇവിടെ താഴെ ടെൻറ്റ് സെറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ എന്താ പറയുക, നമ്മൾ വണ്ടി മാറി നിൽക്കുവാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് വണ്ടി ആരെങ്കിലും പൊക്കിക്കൊണ്ട് പോയാലും, അതുകൊണ്ട് തന്നെയാണ് വണ്ടി അവിടം വരെ കൊണ്ടുപോയിട്ട് അവിടെ ടെൻറ്റ് ഇട്ടേക്കണേ. ഫ്രിഡ്ജിന് പോലും ഇത്രയും തണുപ്പുണ്ടാവില്ല, നോക്കിക്കേ, ഉണ്ടോ? ഒരുമാതിരി തണുപ്പാണ്. കാരണം ഈ മലകളുടെ മുകളിലെയും പാറക്കല്ലിയുടെ ഉള്ളിലേക്കൊക്കെ വരുന്ന വെള്ളമാണല്ലോ. നോക്കിക്കേ, ഒരു ഗുഹ പോലെ മുകളിൽ നിന്നല്ല താഴെ നിന്നാണ് ഒഴുകുന്നത്. ഈ ഒരു വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇതിപ്പോൾ മൊത്തം നമ്മൾ തിരിച്ച് കയറേണ്ട ഒരു ഇതുണ്ട്. പിന്നെ ഈ ഒരു പുഴ കണ്ടില്ലേ, അത്യാവശ്യം വലിയ വലിയ കല്ലുകളാണ്. ഇതൊക്കെ അടിയിൽ തട്ടിയായിരുന്നു, വണ്ടിയുടെ അടിയിലെ. ഇതൊക്കെ ക്രോസ് ചെയ്ത് അങ്ങ് ദൂരെയാണ് ടെൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ടെൻറ്റൊക്കെ അഴിച്ചു മാറ്റിയിട്ട് അങ്ങോട്ടൊരു റൈഡ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം പ്രത്യേകിച്ച് കുക്ക് ചെയ്യാൻ നമ്മൾ ഇവിടെ തീയൊക്കെ കത്തിക്കുന്നത് കുറച്ച് ഡേഞ്ചറാണ്. ഞാൻ ആക്ച്വലി അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് വന്നത്. ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ പിന്നെ ഫോറസ്റ്റുകാർ കണ്ടാലും സീനാണ്. കാരണം ഇപ്പം എല്ലാ ഇടത്തും തീ എന്താ പറയുക, മലകളിലൊക്കെ കത്തി നിൽക്കുന്നത് കാണാം. അപ്പം ഫോറസ്റ്റുകാരൊക്കെ മൊത്തം റൗണ്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സീനാണ്. അപ്പോൾ നമ്മൾ ഒന്നും കുക്കിങ്ങും പരിപാടികളൊന്നും ഈ ഒരു ടെൻറ്റ് ക്യാമ്പിൽ നമുക്ക് നടക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടെൻറ്റ് അഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. അതാണ്.
കുറച്ച് മുഖമൊക്കെ കഴുകി വന്നപ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ട്, നല്ല തണുപ്പ്. സോ നമ്മുടെ ടെൻറ്റ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാം. അത്യാവശ്യം ഈ ഒരു ഭാഗമൊക്കെ വരണ്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈവനിങ് ആയില്ലെങ്കിൽ രാവിലെ സമയമൊക്കെ അത്യാവശ്യം മഞ്ഞൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കാറ്റ് നമുക്കിങ്ങനെ അടിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ തണുപ്പുമുണ്ട്. സോ അതുപോലെ തന്നെ ഈ ഒരു വണ്ടി കുറച്ച് കയറ്റമൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് രണ്ടുപേരും ഇരുത്തിക്കൊണ്ട് റൈഡറും പില്ലിയനും ഇരുന്നുകൊണ്ട് കുറച്ച് കയറ്റമൊക്കെ കയറാൻ ബുദ്ധിമുട്ട്. നമ്മൾ വന്ന വഴിയൊക്കെ ഇറങ്ങിയിട്ടാണ് വന്നത്. അപ്പം കിലോമീറ്റേഴ്സ് ഇങ്ങനെ കൂടുന്തോറും അതിൻ്റെ ഒരു പവർ കുറഞ്ഞു വരുന്ന കൂട്ടാണ്. താഴെയാണ് ആ സ്ട്രീം ഒഴുകുന്നത്. അത്യാവശ്യം ഇങ്ങോട്ടൊക്കെ കാടാണ്. ഇങ്ങോട്ട് വരേണ്ട പ്രദേശം പോലെ കാടുന്നുണ്ടെങ്കിലും ഇവിടെ നല്ല ഡീപ്പായിട്ടുള്ള കാടാണ്. പിന്നെ ഈ ഒരു സ്ഥലത്ത് ആന ഉണ്ട് കേട്ടോ. ആന അത്യാവശ്യം മുഴങ്ങാറുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ടല്ലോ. സോ അങ്ങനെ ആ ഒരു ശബ്ദത്തിൽ ചിലപ്പോൾ വന്നില്ല എന്ന് വന്നേക്കാം. പക്ഷെ നോർമൽ വീക്ക് ഡേയ്സിൽ ആനകൾ റോട്ടിൽ സ്പോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു വനമേഖലയാണല്ലോ. ആനയെന്നല്ല, വൈൽഡ് ആനിമൽസ് എന്തൊക്കെ സ്പോട്ട് ചെയ്യാവോ അതെല്ലാം ഇവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് പ്രശ്നമായേക്കാം. വണ്ടികളൊക്കെ വേണമെങ്കിൽ കയറി വരാം. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് സ്കൂട്ടറാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒട്ടുമില്ല. ആ ഒരു വഴി കണ്ടില്ലേ നമ്മൾ കറങ്ങി വന്നത്, അതിങ്ങനെ കയറി പോകണം. അങ്ങനെയാണ് മെയിൻ റോഡ് അവിടെ അപ്പുറം കിട്ടുള്ളൂ. നീ എങ്ങോട്ട് പോടാ? കൊള്ളാമല്ലേ ഇവിടെ? നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇടിക്കാറുണ്ട്. അവിടെ കണ്ടില്ല കുപ്പി ചില്ലൊക്കെ ഇട്ടേക്കണേ, കുപ്പി ഓടിച്ചിട്ട് ബിയർ കുപ്പിയാണോ? ഏകദേശം നമ്മൾ മടക്കി സെറ്റപ്പ് ചെയ്ത് ഇനി വണ്ടി നമ്മൾ മെയിൻ റോഡിൽ എത്തിക്കണം. അതാണ് ടാസ്ക്. അതല്ലടാ, ഇതിപ്പോൾ ഇവിടുന്ന് തിരിക്കണം. അത്യാവശ്യം കയറ്റത്തിൽ നമ്മൾ ടെൻറ്റ് ഇട്ടത്, പക്ഷേ അത് ക്യാമറയിലൂടെ മനസ്സിലാവില്ല. നല്ല കയറ്റാണ്. താഴെ നമുക്ക് ഏകദേശം നമുക്ക് ആ സ്ട്രീം ഒഴുകുന്ന കണ്ടില്ലേ? താഴെ കണ്ടില്ലേ? കയറ്റമുണ്ട്, നല്ല കാറ്റുമുണ്ട്. താഴെ വരെ പോവാം. നടന്നു വരില്ലേ? പതുക്കെ നിന്നടാ, അത്യാവശ്യം വലിയ കല്ലടാ. എന്തോ വായിക്കും, അത് പാസ്സായിട്ടോ. ഏകദേശം നമ്മൾ മെയിൻ റോഡിനോടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുഴപ്പമില്ല. ഇനി വണ്ടി കുറച്ച് വെള്ളമുണ്ട്, കുടിക്കട്ടെ. നമുക്കവിടെ മെയിൻ റോഡിൽ പോയിട്ട് നിൽക്കണം. അവിടെ നിന്ന് നമ്മളിപ്പോൾ മെയിൻ റോഡിലോട്ട് വന്നു. അത്യാവശ്യം നല്ല റോഡാണ്. ഇവിടെ നമുക്ക് നിൽക്കുമ്പോഴൊരു കാഴ്ചയുണ്ട്. ബാക്കിൽ വണ്ടി ഉണ്ടോടാ? ഇല്ല അല്ലേ? ഇത് കണ്ടാ? നീ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അവിടെ താഴെ റോഡ് കണ്ടില്ലേ? ആക്ച്വലി ഇങ്ങനെ കറങ്ങി നമുക്ക് ബേലൂർ അങ്ങോട്ടൊക്കെ ആ ഒരു ഭാഗത്താണ് പോകാനുള്ളത്. പിന്നെ ഈ ഒരു സ്ഥലം ബേലൂരിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉള്ളൂ എന്ന് തോന്നുന്നു. എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ല വ്യൂ ആണ്. അപ്പം നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി ആ ഒരു മലകളുടെ നടുവിലിക്കരെ ചുമ്മാ ഇങ്ങനെ റൈഡ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടൊക്കെ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല. അവിടെ ഒരുപാട് ട്രക്കിംഗ് പോയിന്റ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് എന്തായാലും ഇന്ന് നമുക്ക് കയറാൻ പറ്റത്തില്ല. ബുക്ക് ചെയ്തിട്ട് വരണം. യെസ്. സോ നമ്മുടെ ടെൻറ്റും സംഭവങ്ങളും ബാഗ് മുമ്പിലുണ്ട്. ക്ലാസ് ഇട്ടോ, വെയിലല്ലേ? ഒരു വണ്ടി പോലും ഇല്ലല്ലേ ഇന്ന് ഞായറാഴ്ച ആയിട്ടും? എന്താണ് സംഭവം? ഇവിടെ നിന്ന് താഴോട്ട് നല്ല ഇറക്കാം. നമുക്ക് അങ്ങ് ദൂരെ കാണാം റോഡ് വളഞ്ഞ് പോയിരിക്കുന്നത്. ഹായ്, നല്ല രസം. നമുക്ക് ഇവിടെ കണ്ടില്ല ആ ഒരു മലനിരകളൊക്കെ കണ്ടില്ലേ? ഈ വെയിലിൻ്റെ പ്രകാശം ഉള്ളത് കൊണ്ട് തന്നെ അത്ര വിസിബിലിറ്റി കുറച്ച് കുറവാണ്. ആ ഒരു പ്രകാശം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉള്ളത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഇവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഉണ്ട്. കണ്ടില്ലേ? ഇവിടെ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. നമ്മളിങ്ങനെ ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റ് വീശുന്നുണ്ട്.
അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇതിനെ കുറച്ച് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇവിടെ ഒരു വലിയൊരു കുളം കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ അല്ലേ. അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പുറകെ കാണുന്ന ആ ഒരു മലയൊക്കെ വെസ്റ്റേൺ ഘാട്ട് സെക്ഷനിൽ തന്നെയാണ്. പക്ഷേ ഈ ഒരു മല എന്ന് പറയുമ്പോൾ ഒരു 10 ഏക്കറോളം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തിൽ ചേർന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് മുകളിലോട്ട് കയറി ചെല്ലാവുന്നുള്ളൂ. പിന്നെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് പാർക്കിംഗ് ഫീസായിട്ട് 10 രൂപയാണ് കളക്ട് ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസ് ഞാൻ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഈ ഒരു കയറ്റം ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ ഒരാൾ ഇറങ്ങിയിട്ടാണ് ഇത് കയറ്റിക്കൊണ്ടത്. അത്യാവശ്യം നല്ല കയറ്റാണ്, ക്യാമറയിൽ അത് മനസ്സിലാവില്ല എന്നുണ്ട്. അപ്പോൾ അത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പയ്യാണ് ഇറങ്ങുന്നത്. ബ്രേക്ക് എവിടെയെങ്കിൽ പോയെങ്കിൽ താഴെ ഒരു വീടുണ്ട്, അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ഉണ്ടാവുന്നത്. നല്ല തണുപ്പാണ്. ദൂരെ ചുരത്തിൽ ബ്ലോക്കായി, വലിയൊരു ബസ് പോയതുകൊണ്ട് തന്നെ മറ്റൊരു വണ്ടിക്ക് അവിടെ കടന്നു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പുറ സൈഡിൽ ഇതിട്ടോട്ടെ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ചാർമാടി ചുരത്തിലാണ്. അപ്പം ഈ ചുരം ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് മുകളിൽ കണ്ടിട്ട് ഒരുപാട് ഇത് കത്തി കരിഞ്ഞ് നിൽക്കുന്നതാണ്. ഈ ചുരത്തിലൊക്കെ ഈ തീ വീഴാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് മനുഷ്യന്മാരാണ്. ഒന്ന് അറിഞ്ഞുകൊണ്ട്, മറ്റൊന്ന് അറിയാണ്ടും, രണ്ട് രീതിയിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രകൃതിയിലുള്ള ആ ഒരു ടെമ്പറേച്ചർ, ആ ഒരു കാലാവസ്ഥയുടെ ഒരു കാരണം കൊണ്ട് തീ വീഴാറുണ്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെ നമ്മൾ സിഗരറ്റ് വലിച്ചോ ബീഡി വലിച്ചോ അതിൻ്റെ കുറ്റിയൊക്കെ ഇടാൻ നേരത്ത് അത് ഈ ഒരു ടെമ്പറേച്ചറിൽ എന്തായാലും തീ പിടിച്ച് കത്തിപ്പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ പുറത്തോട്ടൊക്കെ നിങ്ങൾ പോകാൻ നേരത്ത് ഈ വേനൽക്കാലത്ത് സൂക്ഷിക്കണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങോട്ട് ആ ഒരു മരയില്ലേ, പിന്നെ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചുരമാണ്. ഇതിലൂടെ ഏകദേശം ഒരു 25 കിലോമീറ്ററോളം ഉണ്ട് ഈ ഒരു ഇത്. അതായത് വെസ്റ്റേൺ ഘാട്ട് സെക്ഷനിൽ എനിക്ക് കർണാടകയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ചുരം. എനിക്കെന്നല്ല, മഴക്കാലത്താണ് ഇതിനൊരു ശരിക്കുള്ള ബ്യൂട്ടി. നമുക്ക് ഈ ഒരു മുകളിൽ നിന്നൊക്കെ വെള്ളം വീഴുന്നത് കാണാം. അത്രത്തോളം എവിടെ നോക്കിയാലും സീസണൽ വാട്ടർഫാൾസും, അതായത് സ്ട്രീം പോലെ ഒഴുകുന്ന ഒരുപാട് വാട്ടർഫാൾസ് ഉണ്ട്. അത്രത്തോളം ഭംഗിയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് റൈഡ് വരുന്നത് കാണാൻ സാധിക്കും. അതേക്കൂട്ട് വേനൽക്കാലത്തും നല്ല രസമാണ് ഇങ്ങനെ. പക്ഷെ കുറച്ച് എന്താ പറയുക, പച്ചപ്പൊക്കെ പോയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വൈബായിരുന്നു. അവിടെ മുകളിൽ ക്ഷേത്രത്തിൽ കുറച്ച് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നു. നമ്മൾ അത്യാവശ്യം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ജസ്റ്റ് ഒരു റൈഡ് ഇറങ്ങിയതാണ്. ഒരു വീഡിയോ കണ്ടന്റ് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു രീതിയിലുള്ള ഒരു രീതിയിൽ അറിഞ്ഞ ജസ്റ്റ് ഒന്ന് റൈഡ് ഇറങ്ങി. അപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഒന്ന് ആസ്വദിച്ചു. ഒരു എന്താ പറയുക, സൺഡേ ആയതുകൊണ്ട് തന്നെ ക്യാമറമാൻ ഇന്ന് ലീവായിരുന്നു. അപ്പം നാളെ ക്ലാസ് ഉണ്ട്, നാളെ തിരിച്ചു പോകും. അപ്പം ഇനി മുന്നോട്ട് കുറച്ച് ഞാൻ അപ്ഗ്രേഡൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോസിലും കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല രീതിയിൽ ചെയ്യണമെന്നൊക്കെ പ്ലാനുണ്ട്. എന്താ എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ. അപ്പം ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള തന്നെ റോഡുണ്ട്. അപ്പം ഓക്കെ ബൈ.